വെൽക്കം വൈശാലി കമ്മ്യൂണിക്കേഷൻസ്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഇന്ത്യയിലെ ഒരു കൊച്ചു സംസ്ഥാനമായ ഗോവയുടെ വാണിജ്യ തലസ്ഥാനമായ മഡ്ഗാവിലുള്ള റെയിൽവേ സ്റ്റേഷനിലാണ്. കോഴിക്കോട്ട് നിന്ന് പൂനെക്കുള്ള യാത്രയ്ക്കിടെയാണ് മഡ്ഗാവ് റെയിൽവേ സ്റ്റേഷനിലിറങ്ങിയത്. ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഗോവയെ 1510 പോർച്ചുഗീസുകാർ തങ്ങളുടെ കോളനിയാക്കി മാറ്റി. ഇന്ത്യ സ്വാതന്ത്ര്യം നേടി 14 വർഷങ്ങൾക്ക് ശേഷം 1961 പോർച്ചുഗീസ് അധീനതയിൽ നിന്ന് നമ്മൾ ഗോവയെ മോചിപ്പിച്ചത്. സൗത്ത് ഗോവ ജില്ലയുടെ ഭരണതലസ്ഥാനവും ഗോവയിലെ ഏറ്റവും ജനസംഖ്യയുള്ള രണ്ടാമത്തെ നഗരവുമാണ് മഡ്ഗാവ്. ഗോവയുടെ സാംസ്കാരിക തലസ്ഥാനം എന്ന വിശേഷണം കൂടി മഡ്ഗാവിനുണ്ട്. ഗോവയ്ക്ക് മലബാറുമായി ഒരു ബന്ധമുണ്ട്. പുരാതനമായ മലബാർ ഭൂപ്രദേശത്തിൻ്റെ ഭാഗമായ ഒരു പ്രധാന പ്രദേശമാണ് ഗോവ. ഇബ്ൻ ബത്തൂത്ത തൻ്റെ യാത്രാവിവരണത്തിൽ ഗോവയെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. ഗുജറാത്ത് മുതൽ കോഴിക്കോട് വരെ പരന്നു കിടക്കുന്ന വിശാലമായ മലബാർ പ്രദേശത്തിലെ ഹരിത മനോഹരമായ പ്രദേശങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ഭൂപ്രദേശം കൂടിയാണ് ഗോവ. 19,000 ആൾക്കിരിക്കാവുന്ന ഗോവയിലെ ഏറ്റവും വലിയ സ്റ്റേഡിയമായ ജവഹർലാൽ നെഹ്റു അന്താരാഷ്ട്ര സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നത് മഡ്ഗാവിലാണ്. ഗോവയിലെ ഏറ്റവും പ്രധാനപ്പെട്ട തീവണ്ടി നിലയങ്ങളിലൊന്നാണ് മഡ്ഗാവ്. നിങ്ങൾ ഈ വീഡിയോ കാണണം. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുത്. നന്ദി, നമസ്കാരം.